ഇന്നൊരു ദിവസം രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് പകർച്ച വാങ്ങി. നാളെ മുതൽ ഇവിടെ ഉണ്ടാക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പച്ചക്കറിയെങ്കിൽ പച്ചക്കറി, മത്സ്യമാംസാദികളെങ്കിൽ അത്. സാപ്പിടുമോ എന്തോ സാപ്പിടുക. എന്താ വേണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറയണം. നല്ല സാധനം കിട്ടുന്ന സ്ഥലമല്ലേ ഇത്. നേരത്തെ പറഞ്ഞാൽ മിലിറ്ററി സംഘടിപ്പിക്കാം. മിലിറ്ററി കാരിയല്ല എന്നാ ഇருக்கு சாப்பாடு. அது போதும். അതല്ല, തണ്ണി സാപ്പിടുവാ. തണ്ണി തണ്ണി സാപ്പാട്ടുക്ക്. അയ്യോ, ഇവിടെയൊക്കെ പതിവ് തിരിച്ചാ. ആദ്യം തണ്ണി പിന്നെ சாப்பாடு. ஓ, அந்த தண்ணியா? அதெல்லாம் தேவையில்லை. தேவையில்லை தான் சொல்றேன். അത് വണ്ടിത്താഴത്തുന്ന. അത് ഇവിടെ പതിവാ. ശ്രദ്ധിക്കാനൊന്നും പോണ്ട. പപ്പേട്ടാ, ഒരു കഷ്ണം ഐസിങ് എടുത്തേ. ഇവിടെ ഐസും ഇല്ല, ഫ്രൂട്ട് സാലഡും ഇല്ല. ഈ സർവത്തിലിട്ട് കുടിക്കാനൊന്നും അല്ല, നെറ്റിയിലെ ചോര കഴിക്കാനാ. അതിന് വല്ല ആശുപത്രിയിലും പോവുക നല്ലത്. ഫ്രിഡ്ജിന്റെ ഐസ് இருக்குல்ல, കൊണ്ടുവന്ന് വിടും. അല്ല സാർ, പോയാ ഇയാൾക്ക് ഇതെന്താ പറഞ്ഞാ കേട്ടാ? എന്താ പോയി 2-3 വലിയ കഷ്ടം എടുത്തോണ്ടേ. അടേ, രക്തം വരുത്തുപ്പാ. വേണ്ട, ഈ നല്ല തുണിയിൽ രക്തം തുടക്കണ്ട, ഞാൻ തുടച്ചോളാം. ഇതിന് നാളെ കേസായി കോടതിയിൽ ചെന്നാ ഐസ് എന്നതിന്റെ പേര് സാക്ഷി പറയാനൊന്നും വരണ്ട. ഇതാരും തല്ലിയതും കുത്തിയതൊന്നും അല്ല. പിടിച്ചു തള്ളിയപ്പോ നെറ്റി മഡ്ഗാടി പോയി മുട്ടിയതാ. അതിലാർക്കാ കംപ്ലൈന്റ്? കമ്പി, എന്ന വിഷയം? വിഷയമൊന്നുമില്ലേ. ഈ കടവെന്ന് പറയുന്നത് കുളിക്കാനും കഴുകാനും ഒക്കെ കൂടാ. ഞാൻ എന്റെ ട്രാക്ടറും കൊണ്ട് കഴുകാൻ ചെന്നപ്പോ അവൻ ഒക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്പാൻഡർ വെച്ച് അവന്റെ തലയ്ക്ക് അടി വെച്ചു കൊടുത്തു. അവൻ പിടിച്ച് തള്ളി, അങ്ങനെ ചോര വന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. താങ്ക്സ്. നോ മെൻഷൻ. ഇയാളോട് ആരാ താങ്ക്സ് പറഞ്ഞേ? ഇങ്ങേര് പറഞ്ഞോണ്ടല്ലേ ഐസ് കൊണ്ട് തന്നത്. അപ്പൊ താങ്ക്സ് ഇങ്ങേർക്കല്ലേ? നന്ദി. അധികം അടുപ്പിക്കാൻ കൊള്ളൂല്ല സാറേ. അതല്ലേ ഞാൻ ഐസ് ഇല്ലെന്ന് പറഞ്ഞത്. ഇന്ന് ഐസ് കൊടുത്താൽ നാളെ കുപ്പിയും കൊണ്ട് അകത്തേക്ക് വരും. പിന്നെ ഇതിന്റെ ഉമ്മർത്താവും കുടിയും തമ്മി തല്ലും. எண்ணிட்டியா? எத்தனை ஆளு, எவ்வளவு வண்டி? 35 தாருங்க ஐயா. 350 ஆளுங்க. സുബ്രഹ്മണ്യം മുതലാളിയല്ലേ? ഞാൻ ചെല്ലപ്പൻ, ഇവിടുത്തെ മണൽവാരി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയാ. யூனியனுக்கு தானே செக்ரட்டரி? ஓடுற ஆத்து கழுற மணலுக்கு முதலாளி இல்லையே. வந்த விஷயத்தை பாரா. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. 5 പണിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ 10 പേരെ ഇവിടുന്ന് എടുക്കണം. 10 ലോറി അവിടുന്ന് വന്നാൽ 15 ലോറി ഇവിടുന്ന് വിളിക്കണം. ലോഡ് ഒന്നിന് ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്. ആ കാശ് കൃത്യമായി കിട്ടുകയും വേണം. എന്താണ് അത് വമ്പ്? கான்ட்ராக்ட் எடுக்கும்போது இது மாதிரி கண்டிஷன்லாம் கண்டிட்டு இல்லையே. வேற மாதிரி கண்டிஷனுக்குள்ள கையெழுத்திட்டு. அது சர்க்கார் காரியம், இது யூனியன் காரியம். ஓ, யா. அப்ப நம்ம 2 பேரும் ஒரு காரியம் செய்யலாம். அரசாங்க சட்ட பிரகாரம் நான் செய்யறேன், യൂണിയൻ ചട്ട പ്രകാരം നീ സെയ്. ഏത് വേണമെന്നാലും സെയ്. അങ്ങനെ പുറത്തുനിന്ന് ആരും ഇവിടെ വന്ന് സൈൻ ചെയ്തിട്ടില്ല. ഈ നാട് അല്പം കുഴപ്പമാണ്. ഈ ലോക മാപ്പിൽ എത്തனை ஊர் இருக்கோ அத்தனையிலையும் காலடி வச்சுட்டு வந்தவனா. உன் உருட்டல் மிரட்டல்ல என்கிட்ட வச்சுக்காங்க. അല്ല, പറഞ്ഞു കഴിഞ്ഞില്ല. ആലോചിച്ചിട്ട് മതി, തിരക്കില്ല. അവരിവിടുത്തെ കൊടി കുത്തിയ ആളുകളാ. നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ പോയാൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. കയ്യിൽ നിന്ന് എത്ര പോയോ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഞാൻ വാങ്ങിച്ചു തരാം. വല്ല നാട്ടിലും വന്നു കിടന്നിട്ട് എന്തിനായി തലവേദന? எனக்கு வெளியூர் உள்ளூர்னு வித்தியாசம் கிடையாது. எல்லா ஊரும் என் ஊர் தான். யாதும் ஊரே யாவரும் கேளீர். எனக்கு ஒருபாடு ஜோலி உண்டு. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല മുഴുവനും. ஏதாவது சொல்லணும்னா ஒரு பேப்பர்ல எழுது, கொண்டுட்டு போய் போலீஸ் ஸ்டேஷன்ல கொடு, இல்லாட்டி போனா கோர்ட்ல கொண்டுட்டு போய் கொடு. இனிமே உன்கிட்ட சம்சாரிக்கணும்னு அவசியம் கிடையாது. ஓ
അല്ല പടാ ചെറുപ്പത്തിലെ ഞാൻ നമ്പൂതിരി കെട്ടിയ ഒരുപാട് എടുത്ത് നടന്നിട്ടുള്ളതാ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടവന്റെ പാടവും പറമ്പും നിരങ്ങാൻ കിട്ടുന്ന കാശുകൊണ്ടേ മാസാമാസം വണ്ടിയുടെ തവണ അടയ്ക്കാൻ തികയൂല. ഇതാവുമ്പോ 3 മാസത്തേക്ക് വേറൊരു പണി അന്വേഷിക്കണ്ട. ദിവസവും പണി. കാശിത്തിരി കുറവാണെങ്കിലും അത് കൃത്യമായിട്ട് കിട്ടും. തമിഴന്മാര് നിറവുള്ളവരാ. ഓഹോ, തൊട്ടതിനും പിടിച്ചതിനും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കായിരുന്നാ മതി. തോന്നുട്ടേട്ടൻ തഞ്ചത്തിലാ മുതലാളിയെ കണ്ട് സംസാരിച്ച സബ് കോൺട്രാക്ട് നമുക്ക് കിട്ടും, ഉറപ്പാ. ഓ ശരി 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 ശരി. മുതലാളിയോട് നീ പറഞ്ഞാ മതി. അതെന്താ? എനിക്കൊരു മൂടില്ല. അവിടെങ്ങാനും ചെന്ന് ഇടങ്ങാറുണ്ടാക്കി അതിനിടയില്. ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളഞ്ഞാൽ വേറെ വല്ലതും ചെന്ന് ഉറപ്പിക്കും. ചെല്ലേ. ഓ, ഞാൻ പറയാം, ഞാൻ നല്ല മൂടില്ലല്ലോ. ആ ചെല്ലേ ചെല്ലേ. തമിഴ് പറയേണ്ടി വരുമോ? ഇയാള് കുറച്ചാള് കഥകളിയൊക്കെ പഠിച്ചതല്ലയോ? ചെന്ന് ആംഗ്യത്തിൽ ചോദിക്കേ. ചിലപ്പോ ആ നമസ്കാരം. என்னப்பா മണല് വരുന്ന ജോലി കിട്ടുമോന്ന് അറിയാനാ. அந்த வண்டி யாருது? ഗോന്നുകുട്ടിയേട്ടന്റെ. ஓ அவனா? எதா ஓய் சுகந்தனியோ? ആ അതെ. ஐஸ் ஐஸ் வேணுமா? വേണ്ട. நாளைக்கு வேலைக்கு வந்து മുതലാളി നേരത്തെ അറിയൂ? നിനക്ക് മാത്രമേ ഈ ഗോവിന്ദൻകുട്ടി ഒരു ബഹുമാനം ഇല്ലാതുള്ളൂ. അറിയോ? കേറ് കേറ്, നീ വാ. ഗോമതിയേച്ചിക്കും കമലത്തിനും വിശേഷമൊന്നുമില്ലല്ലോ? ഒരു വിശേഷവുമില്ല, പരമസുഖം. പിന്നെ ഈയിടെയായിട്ടൊരു അസുഖമുണ്ട്, കിടന്ന ഉറക്കം വരായ. വേറൊന്നുമല്ല, അവർക്കിപ്പോ എന്നെ എങ്ങനെങ്കിലും അവിടുന്ന് പുകച്ച് പുറത്തേടിക്കണം. പെണ്ണും പിടക്കോഴി ഇല്ലാത്തവരെന്തിനാ പൂസത്ത്? അങ്ങനെ പറയിക്കാൻ നിന്നുകൊടുത്തിട്ടല്ലേ? ആയുസിന്റെ നല്ലൊരു ഭാഗം വെറുതെ കളയണമെന്ന് എന്തെത്ര വാശി. ആ ചോദ്യം ഏതായാലും നന്നായി. പാഴാക്കി കളയരുത് എന്ന് തന്നെയാ എൻ്റെ ആശ. മോഹം ഉണ്ടായ നാള് മുതല് ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മനസ്സുണ്ടോ നിനക്ക്? ഇപ്പോഴും ഞാൻ തയ്യാറാ. നിന്നെ ആട്ടിയിറക്കിയ അതേ തറവാട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ നിന്നെ ഒരുത്തരും തടയാൻ പറ്റില്ല. പറഞ്ഞോ? പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും എന്നെ കൊണ്ട് പറയിക്കണോ പേട്ട? ആ, നിനക്ക് നിന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഞാൻ നന്നാവുകയും വേണം. രണ്ടും രണ്ടു വഴിക്കാ, പിന്നെങ്ങനാ ശരിയാവുക? ഗോവിന്ദൻകുട്ടി ഇപ്പോഴും വൈകിയാ വരാറ്? പണി കൂടുതലുണ്ടാകും ചിലപ്പോ. ഇല്ലെങ്കിലും എവിടെങ്കിലുമൊക്കെ കറക്കി നടക്കാനേ അവന് തോന്നും. ഇപ്പൊ ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോയാ മതിന്നാ അവന്റെ മനസ്സില്. അന്യനാട്ടിലാവുമ്പോ നാഴിക്ക് 40 വട്ടം കുത്തുവാക്ക് കേൾക്കണ്ടല്ലോ. അത്രയും സ്വസ്ഥത കിട്ടും അവന്റെ മനസ്സിന്. എങ്ങോട്ടെങ്കിലും പോവുക തന്നെ നല്ലത്. അപ്പോഴത്തേനും അതെന്നെയാണോ പറയണേ? നിനക്ക് നിരാശ ഉണ്ടാകാൻ വേണ്ടി പറയല്ല. ആ പ്രതീക്ഷ ഇനി വേണ്ട. അയാള് വരില്ല. അതിന്റെ സമയം ഒരുപാട് വൈകി. ഗോവിന്ദൻകുട്ടിയെ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയാം. ഒറ്റ വണ്ടി ഇവിടുന്ന് അനങ്ങൂല. ഈ തൊഴിലാളികളുടെ പ്രശ്നം തീരാതെ ഇവിടുന്ന് ഒരു തരി മണ്ണ് പോവില്ല.
ഏയ് അവക്കടക്കാ പോടാ. വണ്ടി എങ്ങാനും മുന്നോട്ടെടുത്താൽ ഇവിടെ ഇട്ട് കത്തിക്കും. അങ്ങനെ ഒരു വരുത്തൽ ഇവിടെ വന്ന ആളാകണ്ട. അടിച്ചു പൊളിക്കണം. വണ്ടി അനക്കരുത്. അനക്കാൽ അവിടെ ഇട്ട് കുത്തി കയറും. അവൻ ഇവിടെ ആളാകണ്ട. അടിയടാ അവനെ. இந்த ஊருக்காரங்க தைரியம் இருக்கு. கோடல உரிய மாலை போட்டு ராஸ்கல். சொல்றா. செய்டா பாக்க. செய்யி. செய்டா. யார செய்டா? மாவட்ட செய்யடி. ரெடி. ഇവിടെ തൊഴിലാളികളുടെ പ്രശ്നം പറ. നീ ആരാടാ? കൂലിക്കെല്ലാം നടക്കുന്ന യുവമാരാടാ തൊഴിലാളികള്. പണിയെടുക്കുന്ന ഞങ്ങളാടാ. ചുണയുണ്ടെ തരാം. തടയാൻ വന്നോണ്ടല്ലോ നിന്റെ കൂടെ വീല് കയറ്റി ഞാൻ ഇറക്കും. അറിയാലോ നിനക്കെന്നെ വലിയ ആഫീസ് കളിക്കാൻ വന്നിരിക്കും. ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. നിന്നെ ഞാൻ കണ്ടോളാം. പുല്ലേ നീ എവിടെ പോന്നു? ഞാൻ പുറത്തുണ്ടാവും. കാല് ചിരിക്കണ്ട. എന്ന് പറഞ്ഞ ആ മുതലാളിയെ തല്ലാൻ പോയപ്പോല്ലേ ഞാൻ അതിൽ ഇടപെട്ട്. ഗോവിന്ദോട്ടേട്ടന് ഇവിടെ ഉള്ളവരാണോ വലുത്, അതോ വല്ലയിടത്തുനിന്ന് വന്ന അങ്ങേരോ? എന്തായാലും നെറുകേടിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. കാണിച്ച ചെല്ലപ്പൻ ഒറ്റയ്ക്കില്ലെന്നും അതിന്റെ കൂടെ ചില തറവാടികൾ ഉണ്ടായിരുന്നെന്നും എനിക്കറിയാം. അങ്ങനെ പറയൂ. അപ്പോ അറിഞ്ഞോണ്ട് എന്നെ ഇടപെട്ടത്. നോക്ക് എന്തിനീ, ഈ മാലയാണ് സത്യം. അറിഞ്ഞോണ്ടല്ല ഇടപെട്ടത്. ഇനി നേരിട്ട് വന്നാലും നെറുകേട് കാണിച്ച ഗോവിന്ദൻകുട്ടി ഇടപെടും. വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കും. ഇത്തിരി സമയം ഉണ്ടാക്കി ഞാൻ ഓടി വന്നതേ വഴക്കുണ്ടാക്കാനല്ല, വേറൊരു കാര്യം പറയാനാ. തോർത്തു നുടുക്ക്. അമ്പലത്തിൽ ചെറുപ്പാണ്. വീട്ടുകാരുടെ കൂട്ടത്തില് വഴിപാടിന് ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പുമ്മ. സമയത്ത് മാറിക്കളയരുത്. ഞാൻ വരണില്ല എന്ന് വെച്ചാലോ? വരാതിരിക്കല്ല വേണ്ടത്. ഒരു ഒച്ചയും ബഹളം ഉണ്ടാക്കാണ്ട് പേര് വിളിക്കുമ്പോ മര്യാദക്കാരനായി വന്ന് പ്രസാദം വാങ്ങിച്ച് നെറ്റി തൊടണം. അത് തന്നെ. അവനിരുന്ന് പാടുന്നു. ആരാണ്ട് വരുന്നുണ്ട്. ഞാൻ പോകും.